ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ എല്ലാ എം പിമാരും വളരെ വളരെ കാലേക്കൂട്ടി തന്നെ അതിലേക്ക് കൊടിക്കുന്നിൽ സുരേഷൊക്കെ അവിടെ ജയിക്കുമോ? എത്ര അഞ്ച് കൊല്ലമായിട്ട് പ്രവർത്തിച്ചാൽ 5 കൊല്ലമായിട്ട് അവിടെ പ്രവർത്തിക്കുകയല്ലേ? 5 കൊല്ലമായിട്ട് പ്രവർത്തിക്കുകയല്ലേ? നിങ്ങളുടെ എല്ലാ പ്രചരണത്തെ അസ്ഥാനത്താക്കിക്കൊണ്ട് ജയിച്ചില്ലേ? എല്ലാ കാലത്തും പിണറായി വിജയനും മാർക്സിസ്റ്റുകാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? BJPക്ക് വോട്ട് കൂടുന്നു, അതെല്ലാം കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ച, കോൺഗ്രസിൽ നിന്നുള്ള ചോർച്ചയാണ്. ഞാനതിൻ്റെ കണക്കുകളിലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. പറയാത്തതിൻ്റെ കാരണം എന്താ? നിയോജക മണ്ഡലങ്ങളിലുണ്ടായ വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ അറിയാം എവിടെ നിന്നാണ് വോട്ട് ചോർന്നത്. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ BJP വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ്ണ സ്ഥാനത്തിൽ വെച്ച് BJPക്ക് ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചു എന്നുള്ളതാണ്. ആലപ്പുഴ, തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം ഈ 4 നിയോജക മണ്ഡലങ്ങളിലും BJP എത്രമാത്രം BJPക്ക് വോട്ട് കിട്ടി. ആ വോട്ടെല്ലാം ആഴത്തിൽ പഠിക്കട്ടെ. ആ വോട്ടെല്ലാം ചോർന്നത് എവിടെ നിന്നാ? CPM നിന്നാണ്. ഈ വോട്ട് ചോർച്ചയ്ക്ക് 2 കാരണങ്ങളാണ്. ഒന്ന്, BJPയും CPMും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള അന്തർധാര. 2 മണ്ഡലങ്ങൾ ആ അന്തർധാര നടപ്പിലാക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് തിരുവനന്തപുരത്ത് തന്നെ ജീവിക്കുന്ന ആളുകൾക്കറിയാം. തിരുവനന്തപുരത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ, അതാണ് ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാൻ, ഭരണഘടനാ മൂല്യങ്ങൾ രക്ഷിക്കാനുള്ള ഇന്ത്യ സഖ്യം നടത്തിയ പോരാട്ടത്തിൽ ഈ തിരുവനന്തപുരത്തെ ജനത ഒറ്റക്കെട്ടായി. അതിനകത്ത് പ്രത്യേകിച്ച് ദളിത്, പിന്നോക്ക, മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട അവരാണല്ലോ ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി ഈ ഭരണഘടന തകർക്കാനുള്ള ശ്രമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് അവരൊറ്റക്കെട്ടായി. അതായത് ഈ തിരുവനന്തപുരത്തെ മതേതര വോട്ടർമാർ ഒറ്റക്കെട്ടായി അണിനിരന്നത് കൊണ്ടാണ് CPM BJP രഹസ്യധാരണ ഇവിടെ പൊളിഞ്ഞു പോയത്. മോഡിയുടെ ഈ രാമഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണത്തിൽ സാക്ഷാൽ ശ്രീരാമന്റെ പിന്തുണയില്ല ഇല്ലേ? പ്രജാക്ഷേമ തൽപരനായ ശ്രീരാമൻ ഇന്ത്യയിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പ്രജകളോടൊപ്പമായിരുന്നു എന്നുള്ളതാണ് അവിടെ ഇന്ത്യ സഖ്യം ജയിച്ചു എന്നുള്ളത്. BJPയും CPMും തമ്മിലുണ്ടായിട്ടുള്ള അന്തർധാര അതെന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി നടത്താതിരുന്നത്? മുഖ്യമന്ത്രിക്ക് സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. കേരളത്തിൽ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണോ, തൻ്റെ പേരിലുള്ള ആരോപണങ്ങളിൽ നിന്ന്, അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ? മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രചരണത്തിന് ഏറ്റവും എടുത്തു പറയാതിരിക്കാൻ പറ്റാത്ത ഒന്നാണ് വടകരയിൽ നടന്ന സംഭവം. വടകരയിൽ എന്തെല്ലാമായിരുന്നു ഷാഫിക്കെതിരായി നടത്തിയത്? വീഡിയോ ഉണ്ടാക്കി ഷാഫി ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചില്ലേ? ഒരു മതേതരത്വ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ, അതും യുവാക്കളുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ വെറും ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രചരണം. അവസാനം ശൈലജ ടീച്ചർ പറഞ്ഞു, ഞാൻ ഈ ട്രെൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത്? അവരും ആഴത്തിൽ വിലയിരുത്തിയിരുന്നെങ്കിൽ സത്യത്തിൽ ഷാഫിക്ക് കിട്ടിയ ഈ വമ്പിച്ച ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ജനങ്ങളോട് മാപ്പ് പറയണം. കാരണം വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞ ഒരു സമൂഹത്തിൽ വടകരയിൽ വർഗീയ കലാപമുണ്ടാക്കാൻ കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി ഷാഫിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ നടത്തിയ പ്രചരണം അതിന് ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. ഞാൻ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഈ വേജവീഡിയോയുടെ ഉറവിടം കണ്ടുപിടിക്കണം, ജനങ്ങളുടെ മുമ്പിൽ പറയണം ആരാണെന്ന്. പോലീസ് പരാജയപ്പെട്ടാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ആവശ്യം ഞങ്ങൾ വീണ്ടും ഉന്നയിക്കുക. 2, ഷാഫിയോട് മാർക്സിസ്റ്റ് പാർട്ടിയും ശൈലജ ടീച്ചറും മാപ്പ് പറയണം.